ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ കത്രിക യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇത് കുറച്ച് ഹാർഡാണ് കേട്ടോ ഈ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ നമുക്ക് കത്തി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കട്ടർ യൂസ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. കത്രിക യൂസ് ചെയ്തിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷേ നടക്കുന്നില്ല കേട്ടോ. പിന്നെ കത്തി വെച്ചാണ് കട്ട് ചെയ്ത് മാറ്റിയത്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഞാനിവിടെ അതുപോലെ ഫോം ഷീറ്റുമെന്ന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ ഷേപ്പിലും ഒരേ കറക്റ്റ് സൈസിലും ആയിരിക്കണേ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഗം അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഫ്ലെക്സ് ക്യൂക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഏതാണ് ഫൈവ് ബോണ്ടോ എന്താ വെച്ചാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മറ്റേതും ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഈ ഒരു പീസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമുക്ക് അതുപോലൊരു ഫോം ഷീറ്റുമെന്ന് ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിമേലും ഗം അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഒരു പീസും കൂടെ വേണേ. അതിമേലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ എടുക്കുന്ന ഫോം ഷീറ്റ് പീസുകളെല്ലാം ഒരു കളറാവുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. അങ്ങനെ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പീസും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളൊരു കപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കപ്പിനൊരു പിടുത്തം ഉണ്ടാവുമല്ലോ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് പീസ് താഴേക്ക് ഇങ്ങനെ കിടക്കണേ. ഇനി നമുക്ക് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിൻ്റെ താഴെയും ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ പീസ് താഴേക്ക് കൊടുന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ താഴേക്കും കുറച്ച് പീസ് ഇങ്ങനെ വേണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെയും ഗം അപ്ലൈ ചെയ്യുക. അവിടെയും ഫോൾഡ് ചെയ്ത് കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. അങ്ങനെ ദേ നമ്മുടെ കപ്പ് റെഡി ആയിട്ടുണ്ട്. വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലൊന്ന് മൊഞ്ചാക്കി എടുത്തതാണ്. ഇനി നമുക്കിത് ഷോക്കേസിലൊക്കെ അത് വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയല്ലോ ഫോം ഷീറ്റ് വെച്ചിട്ട്, അപ്പോൾ ആ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ഫ്ലവറും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലവർ വേസ് ആയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഷോക്കേസിൽ വെച്ച് കൊടുക്കുക. എങ്ങനെ ആയാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.